ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നിങ്ങളെന്ന് മറന്ന് എനിക്കൊരു ജീവിതവും ഇല്ല. അച്ഛനിത് വാങ്ങണം. അപ്പൊ നൈറ്റ് കാണാം. ബൈ. ഫോൺ നല്ലൊരു വഴിക്ക് പോകുമ്പോ നാശം പിടിക്കാനായിട്ട് ഇതാരാണാവോ? ഓ, രമാദേവി ആണല്ലോ. ഹലോ. ഞാൻ രമാദേവിയാ. മനസ്സിലായമ്മേ. മോളിപ്പോ എവിടെയാ ഉള്ളത്? ഞാനിപ്പോ ഒരു ആവശ്യത്തിന് പുറത്തു പോകാനായിട്ട് ഇറങ്ങിയതാ. എന്തു പറ്റിയമ്മേ? ഞാൻ വെറുതെ ഒന്ന് വിളിച്ചൂന്നേ ഉള്ളൂ. മോളെ ഒന്ന് കാണണോന്ന് തോന്നി. ഞാൻ സമയം പോലെ അമ്മയെ വന്ന് കണ്ടോളാം. ആയിക്കോട്ടെ. അധികം താമസിക്കരുത്. ചിലതൊക്കെ പറയാനും കൂടിയുണ്ട്, അതാ. ഞാൻ വരാം അമ്മേ. ശരി മോളെ. ഓക്കെ അമ്മേ. കാര്യങ്ങളൊക്കെ പിന്നീട് അച്ഛാ ഞാൻ അറിഞ്ഞത്. അമ്മയും ചിന്നുവിനെ അന്വേഷിച്ച് ഞാൻ ഒരുപാട് അലഞ്ഞു. ഈ സിറ്റിയിൽ അവരെവിടെയെന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടുപിടിക്ക. അവസാനം പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് കൊടുക്കാന്ന് കരുതിയിരിക്കുമ്പോഴാ ഞാൻ കാര്യങ്ങളൊക്കെ അറിയുന്നത്. ആ നരേന്ദ്രൻ നമ്മെ പിടിച്ചതാ മോളെ. പിന്നെ അവരിങ്ങോട്ട് വന്നപ്പോ ഞാൻ നിന്നെ ഒരുപാട് വിളിച്ചു നോക്കി, പക്ഷെ കിട്ടിയില്ല. എന്റെ തിരക്ക് അച്ഛൻ അറിയാത്തോണ്ടാ. അവരെ എന്നോടൊപ്പം കൂട്ടിക്കൊണ്ടുപോവാന്ന് കരുതിയാൽ ഞാൻ താമസിക്കുന്നത് ഒരു കുടിസ റൂമിലാ അച്ഛാ. കൂടെയാണേലും ഒരു കൂട്ടുകാരിയുണ്ട്. അതുകൊണ്ട് അവർക്കും കൂടെ സ്റ്റേ ചെയ്യാനും പറ്റില്ല. കോഴ്സ് കഴിഞ്ഞ് ട്രെയിനിങ് നടക്കുന്നതേ ഉള്ളൂ. നക്കാപ്പിച്ച എന്തെങ്കിലും ആ കിട്ടുന്നേ. എന്റെ കാര്യങ്ങൾ കഴിയുമ്പോ തന്നെ പിന്നെ മിച്ചം ഒന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഒരു വീടെടുത്ത് നമുക്ക് 4 പേർക്കും കൂടി അങ്ങോട്ട് മാറായിരുന്നു. പിന്നെ പഠിക്കാൻ ഞാൻ മിടുക്കിയായോണ്ട് എന്റെ ബോസിന് എന്നെ വലിയ കാര്യ. അങ്ങനെ ഞാൻ മാഡത്തിനോട് പറഞ്ഞിട്ടാ അവരെ ആ വീട്ടിൽ നിർത്തിയിരിക്കുന്നത്. അവരവിടെ സേഫായിട്ട് നിന്നോട്ടേന്ന് കരുതി. അപ്പോ മോളാണോ അവരോട് ആക്കിയത്? അതെ. പക്ഷെ ഞാനത് അമ്മയോടും ചിന്നുവിനോടൊന്നും പറഞ്ഞിട്ടില്ല. അച്ഛനും അറിയിക്കണ്ട. ഇല്ല. പക്ഷെ ചിന്നു അവിടെ ഒരു ജോലിക്കാരിയാവുന്ന ഞാൻ ഒരിക്കലും കരുതിയില്ലച്ചാ. അത് അവളുടെ തന്നെ തീരുമാനമായിരുന്നു. ഞാനത് പ്രതീക്ഷിച്ചില്ല. മറ്റൊരു വീട്ടില് എന്റെ അമ്മയും അനിയത്തിയും ജോലിക്ക് നിക്കാന്ന് പറഞ്ഞാൽ അതെന്റെ ഗതികേടാച്ചാ. അതുകൊണ്ട് മാഡത്തിനോട് അവരെന്റെ ആരാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പറഞ്ഞാ ചിലപ്പോ ഏതെങ്കിലും തരത്തില് അതെന്റെ ജോലിയെ ബാധിക്കും. അതാ. ഏയ്, അത് സാരില്ല മോളെ. എന്നും നമ്മൾ ഈ അവസ്ഥയിലായിരിക്കില്ലല്ലോ. ഉടനെ എല്ലാത്തിനും ഒരു പരിഹാരം കാണാം നമുക്ക്. അമ്മയും ചിന്നും അവിടെ സന്തോഷമായിട്ട് തന്നെ ഇരിക്കാച്ചാ. അവരെപ്പോഴും എന്റെ കൺവെട്ടെ തന്നെ വേണമെന്ന് കരുതിയോണ്ടാ ഞാൻ അവരെ ആ വീട്ടിൽ തന്നെ ആക്കിയത്. ട്രെയിനിങ് കഴിഞ്ഞാൽ ഉടനെ ആ കമ്പനിയിൽ തന്നെ ഞാൻ ജോലിക്ക് കയറും. അതും നല്ല ശമ്പളത്തോടു കൂടി തന്നെ. അതുവരെ ഇങ്ങനെ അങ്ങ് പോട്ടെ. ഇനി നാട്ടിലേക്കൊന്നും ആരും പോണ്ടച്ചാ. ഞാനിവിടെ ഒരു വീട് വാങ്ങാം. നിങ്ങളെ 3 പേരെ ഞാൻ നോക്കിക്കോളാച്ചാ. ഇപ്പോഴാ മോളെ അച്ഛനൊരു സമാധാനായത്. അവർക്ക് എന്തെങ്കിലും വന്നാ ഓടിയെത്താൻ എന്റെ മോളുണ്ടല്ലോ. അച്ഛന്റെ തുമ്പിമോൾക്ക് നിങ്ങളെയൊക്കെ മറന്നുള്ളൊരു ജീവിതം ഉണ്ടോ അച്ഛാ? അച്ഛൻ ധൈര്യമായിട്ട് ചെല്ല്. അവരുടെ കാര്യോർത്ത് ഒരു തരത്തിലുള്ള വിഷമവും അച്ഛന് വേണ്ട. എന്നാ അച്ഛൻ പോട്ടെ മോളെ. അച്ഛൻ വിളിക്കാം. അച്ഛാ.
ഇതാച്ചാ ഇതച്ഛൻ കയ്യിൽ വെച്ചോ. ഇത്രേ ഇപ്പൊ എന്റെ കയ്യിലുള്ളൂ. അയ്യോ വേണ്ട മോളെ, മോളുടെ ചെലവില് വെച്ചോ. ഒരുപാട് ചെലവുള്ളതല്ലേ. ഇങ്ങനെയൊക്കെ പറഞ്ഞ് അച്ഛൻ എന്നെ വിഷമിപ്പിക്കരുത്. ഞാൻ ഈ നിലയിലെത്താൻ അച്ഛൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ രക്ഷപ്പെട്ടത് അച്ഛന്റെ വേർപ്പ് കൊണ്ടുണ്ടാക്കിയ പൈസ കൊണ്ടാ. എന്നെ പഠിപ്പിക്കാൻ അച്ഛൻ നാട് മുഴുവൻ കടം വാങ്ങാൻ ഓടിയ കാഴ്ച ഇപ്പോഴും എന്റെ കൺമുന്നിലുണ്ട്. പഴയതൊന്നും അച്ഛന്റെ തുമ്പിമോള് മറന്നിട്ടില്ല അച്ഛാ. നിങ്ങളൊന്ന് മറന്ന് എനിക്കൊരു ജീവിതവും ഇല്ല. മോളെ, ദാ അച്ഛനിത് വാങ്ങണം. മോളെ, അർജുൻ, നിനക്കെന്നെ മനസ്സിലായോ? പിന്നെ മറക്കാൻ പറ്റുമോ? കേക്കില് വിഷം കലർത്തി എന്റെ അച്ഛനും അമ്മയും കൊല്ലാൻ നോക്കിയ കക്ഷിയല്ലേ? അതൊക്കെ വെറുതെയാ. നിന്റെ അമ്മ അത്രയും പേരുടെ മുന്നിൽ വെച്ച് എന്നെ നാണം കെടുത്താൻ കെട്ടിച്ചമച്ച കഥയാ അത്. വിശ്വസിച്ചു. തെളിവിനായിട്ട് CCTV ഫുട്ടേജ് ഒക്കെ എടുത്തിട്ടുണ്ട്. ഞാൻ ആലോചിക്കുന്നത് മറ്റൊന്നാ. ഇത്രയും വലിയ ഫംഗ്ഷനിൽ ഇത്രയും പേരുടെ കണ്ണു വെട്ടിച്ച് ആ കേക്കിൽ വിഷം സ്പ്രേ ചെയ്യാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിഞ്ഞു എന്നാ? ക്ലബിൽ മാത്രമുള്ള വൈരാഗ്യമെന്നാ ഞാൻ കരുതിയത്. പക്ഷേ അതിനേക്കാൾ മുകളിൽ നിങ്ങൾക്ക് എന്റെ അമ്മയോട് ശത്രുതയുണ്ട്. വിഷം കൊടുത്തു കൊല്ലാനുള്ള പക. കുഴിയിലേക്ക് കാലു നീട്ടാൻ ഇനി അധിക നാളില്ല. മതിയാക്കിക്കൂടെ? അമ്മേ പോവാം. ഓ മോനെ, ഇതാരാ? ഇതാണ് രമാദേവിയുടെ മൂത്ത മകൻ അർജുൻ. ഹലോ, ഐ എം ശരത്. ആ, നിന്റെ അമ്മ സുഖമായിട്ടിരിക്കുന്നു? സുഖമായിട്ടിരിക്കുന്നു. എന്താ അത് കേൾക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ലല്ലോ. പഴയൊന്നും അമ്മ മറന്നിട്ടില്ല. അമ്മ മാത്രമല്ല, ആരും. അന്ന് വെറുതെ വിട്ടതിന്റെ ദേഷ്യമേ അമ്മയ്ക്ക് ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ടേ തൽക്കാലം എന്റെ അമ്മയുടെ മുന്നിലൊന്നും പോയി ചാടണ്ട. എന്ന് പറഞ്ഞ ഞാൻ നിന്റെ അമ്മയെ പേടിച്ച് വീട്ടിനകത്ത് തന്നെ ഇരിക്കണമെന്നാണോ? എന്ന് ഞാൻ പറഞ്ഞില്ല. അമ്മയുടെ മുന്നിൽ ചെന്ന് ചാടരുതെന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അല്ലെങ്കിൽ അമ്മയുടെ കൈ നിങ്ങളുടെ കരണത്ത് പതിയും.